തളിപ്പറമ്പിൽ ഉജ്ജ്വല വിജയം നേടിയ ടി.കെ. ഗോവിന്ദന് അഭിനന്ദനങ്ങൾ നേർന്ന് ഇരിക്കൂറിൽ നിന്ന് വീണ്ടും വിജയിച്ച അഡ്വക്കേറ്റ് സജീവ് ജോസഫ്. ചൊവ്വാഴ്ച രാവിലെയാണ് സജീവ് ജോസഫ് ടി.കെ. ഗോവിന്ദന്റെ വീട്ടിലെത്തി സന്ദർശിച്ചത്. കോൺഗ്രസ് നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. 2 നിയുക്ത എം.എൽ.എമാരും പരസ്പരം ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ആശംസകളും അറിയിച്ചു. തളിപ്പറമ്പിലെ വിജയത്തിൽ കെ.സി. വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾക്ക് ടി.കെ. ഗോവിന്ദൻ നന്ദി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷം നേടിയിട്ടുള്ള ശ്രീ സജീവ് ജോസഫിന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള സജീവ് ജോസഫിനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. തളിപ്പറമ്പ് നിയോജക മണ്ഡലം ഇക്കാലം അത്രയും LDFന്റെ ഭൂരിപക്ഷ മണ്ഡലമായിരുന്നു. എന്നാൽ CPM തുടർന്ന നയത്തിനെതിരായി ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയായി ഞാൻ രംഗത്ത് വന്നപ്പോൾ UDFന്റെ എല്ലാ പിന്തുണയും എനിക്ക് ലഭിക്കുകയുണ്ടായി. കോൺഗ്രസിന്റെ നേതാക്കന്മാർ, AICC സെക്രട്ടറി ശ്രീ വേണുഗോപാൽ, അതുപോലെ തന്നെ KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ പിന്തുണയാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. ആ പിന്തുണയുടെയും അതുപോലെ തന്നെ CPMന്റെ അകത്ത് തിരുത്തൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ കാണിച്ച പ്രതികരണത്തിന്റെ ഈ ഫലമാണ് തളിപ്പറമ്പിലെ വിജയം. തീർച്ചയായും അതിന്റെ ഭാഗമായി രാഷ്ട്രീയത്തിൽ തന്നെ സംശുദ്ധിയാർന്ന ഒരു രാഷ്ട്രീയം, അതിന്റെ ഒരു പുനർചിന്തനം ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. CPM കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് തളിപ്പറമ്പിൽ ടി.കെ. ഗോവിന്ദൻ വിജയിച്ചത്. ഇരിക്കൂറിൽ 2ാം തവണയും മത്സരിച്ച സജീവ് ജോസഫ് വൻ ഭൂരിപക്ഷത്തിലാണ് ഇക്കുറി വിജയിച്ചത്. ഏറ്റവും പ്രിയങ്കരനായ ശ്രീ ടി.കെ. ഗോവിന്ദേട്ടൻ നമ്മുടെ MLA ആയി, തളിപ്പറമ്പിന്റെ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറ്റവും അധികം സന്തോഷിക്കുകയാണ്. ഈ മേഖലയ്ക്ക്, ഈ മലയോര മേഖലയ്ക്ക് നാട്ടുകാരായ 2 അയൽവാസികളായ MLA മാർ എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമാണ്. UDFന്റെ പിന്തുണയോടെ മത്സരിച്ച് വിജയിച്ച ഏറ്റവും പ്രിയപ്പെട്ട ഗോവിന്ദേട്ടന്റെ വിജയം കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിജയമാണ്. CPM എന്ന പാർട്ടിക്ക് എതിരെയല്ല ഒരിക്കലും UDF ഇക്കാലം അത്രയും സംസാരിച്ചത്. കാരണം എല്ലാ പാർട്ടിക്കും അതിൻ്റെതായ നിലയും വിലയും ഉണ്ട് എന്ന് കരുതുന്ന പാർട്ടിയാണ് കോൺഗ്രസും UDFും. CPMനെ രക്ഷിക്കുന്നതിന് വേണ്ടി അണികൾ തീരുമാനമെടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് CPMന്റെ കൂടി അതിലെ അണികൾ കൂടി വോട്ട് ചെയ്താണ് പ്രിയപ്പെട്ട ഗോവിന്ദേട്ടൻ വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം ഞങ്ങൾക്കറിയാം. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, രാഷ്ട്രീയത്തിനപ്പുറം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഗോവിന്ദേട്ടൻ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്. വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും ഞങ്ങളെയൊക്കെ സ്നേഹത്തോടെ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഗോവിന്ദേട്ടൻ ഇന്ന് UDFന്റെ ഭാഗമായി MLA ആയി കേരള നിയമസഭയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും ഞാനും കൂടെ ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു.